എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നവരാത്രി 9-ാം നാൾ. ഇന്ന് സിദ്ധിദാത്രി ദേവിയെയാണ് നാം ആരാധിക്കുന്നത്. ഇന്നത്തെ നിറം പിങ്കാണ്. നവരാത്രി 9-ാം ദിവസത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ: അവിൽ വിളയിച്ചത്, പഴം കൊണ്ടൊരു സ്വീറ്റ്, അരി പരിപ്പ് ശർക്കര പായസം, ഉഴുന്നുവട, പുളിയവര ചൂണ്ടൽ, കൂടാതെ കൊള്ളു സാധവുമാണ്. ദേവി സിദ്ധിദാത്രിയായി വിളങ്ങുന്ന നാളാണ് നവരാത്രിയുടെ അവസാന ദിവസമായ 9-ാം നാൾ. സിദ്ധിദാത്രി സർവ്വതും തരുന്നവളാണ്, അറിവിൻ്റെ ദേവതയാണ്. ദുർഗമാസുരൻ തട്ടിക്കൊണ്ടുപോയി ഗൂഢമായി വെച്ച വേദത്തെ തിരിച്ച് എല്ലാവർക്കും അനുഭവരൂപത്തിൽ കൊണ്ടുവരുന്ന ദിവസം എന്ന പ്രത്യേകതയുള്ള ദിവസമാണ്. ഭക്തന് എല്ലാവിധ കഴിവുകളും സിദ്ധികളും നൽകി അനുഗ്രഹിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി. താമരപ്പൂവിലിരിക്കുന്ന ചതുർഭുജയായ ദേവിയുടെ വലതുകൈകളിൽ ചക്രവും ഗദയും ഇടതുകൈകളിൽ ശംഖും താമരയുമുണ്ട്. ഭഗവാൻ പരമശിവന് സർവ്വസിദ്ധികളും ലഭിച്ചത് സിദ്ധിദാത്രി ദേവിയുടെ അനുഗ്രഹത്താലാണെന്നും അതിനാൽ തൻ്റെ പാതി ദേവിക്ക് നൽകി ഭഗവാൻ അർദ്ധനാരീശ്വരനായെന്നുമാണ് പുരാണത്തിൽ പറയുന്നത്. സ്വർണ്ണവർണ്ണത്തോടുകൂടിയ ദേവി ദാനപ്രിയയും അഷ്ടൈശ്വര്യപ്രദായിനിയുമാണ്. നവഗ്രഹങ്ങളിൽ കേതുവിൻ്റെ ദേവതയാണ് സിദ്ധിദാത്രി. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരി എന്നറിയപ്പെടുന്ന ആദിപരാശക്തിയുടെ ആരാധനയുടെയും വിദ്യാരംഭത്തിൻ്റെയും കലകളുടെയും ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി. 9 രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം. ഇതിൽ തന്നെ അവസാന 3 ദിവസങ്ങളാണ് ഏറ്റവും വിശേഷം. ഇവ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിൻ്റെ സന്ദേശം. ബാലിക, യുവതി, സ്ത്രീ, മാതൃത്വം, മഹാശക്തി, യുദ്ധവിജയം, പ്രകൃതി, ഊർവരത, ഐശ്വര്യം, സാമ്പത്തികം, വിദ്യ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പല ഭാവങ്ങളിൽ ഭഗവതിയായ ആദിപരാശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങൾ എന്ന നിലയിൽ നവരാത്രി വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. താന്ത്രിക വിധിപ്രകാരം പ്രപഞ്ചത്തിൽ സൂക്ഷ്മമായി അന്തർലീനമായ ഭഗവതിയുടെ ശക്തിവിശേഷങ്ങളെ ബാഹ്യപ്രതലങ്ങൾ വരെ ആരാധിച്ച് ആവിഷ്കരിക്കുന്ന ഒരാഘോഷമാണ് നവരാത്രി. ദേവി ഭാഗവതം, ദേവി മാഹാത്മ്യം, കാളികാപുരാണം, ഭദ്രകാളി മാഹാത്മ്യം തുടങ്ങിയവയിൽ കാണപ്പെടുന്ന മഹിഷാസുരൻ, ദുർഗമൻ, ചണ്ഡമുണ്ടന്മാർ, രക്തബീജൻ, സ്തുംഭനിസുംബന്മാർ തുടങ്ങിയവരുടെ നിഗ്രഹ കഥയുമായി ഈ ആഘോഷം ബന്ധപ്പെട്ട് കിടക്കുന്നു. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നു. അതിൻ്റെ ഭാഗമായി ആദ്യത്തെ 3 ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത 3 ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ 3 നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു. ഇതിലൂടെ അറിവും സമ്പത്തും സമൃദ്ധിയും ദുരിതനാശവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശക്തിസ്വരൂപിണിയായ ദുർഗയുടെ അല്ലെങ്കിൽ പാർവതിയുടെ 9 ഭാവങ്ങളെ നവദുർഗ എന്ന പേരിൽ ആരാധിക്കുന്നു. ഇത് ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിവരെ 9 ദിവസങ്ങളിലായി ആരാധിക്കുന്നു. 10-ാം ദിവസം വിദ്യാഭഗവതിയായ മഹാസരസ്വതിയെ ആരാധിക്കുന്നു. മറ്റ് ചിലയിടങ്ങളിൽ ദുർഗാഷ്ടമി ദിവസം ദുർഗയെയും, നവമിയിൽ മഹാലക്ഷ്മിയെയും, ദശമിക്ക് മഹാസരസ്വതിയെയും ആരാധിക്കുന്നു. കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവസാന നാളായ 10-ാം ദിവസം മഹാസരസ്വതി പൂജയും വിദ്യാരംഭവും നടത്തുന്നു. പൊതുവെ ദുർഗയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി എന്ന് പറയാം. ഈ നവരാത്രി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷവും ആരോഗ്യവും സമൃദ്ധിയും നൽകുന്ന നല്ല ദിനങ്ങൾക്കുള്ള തുടക്കമാവട്ടെ. കൂടാതെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിനും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കുന്നതിനും ദേവി ദുർഗ നിങ്ങളിൽ അനുഗ്രഹം ചൊരിയട്ടെ. ഹൃദയത്തിൽ സമാധാനവും പ്രതീക്ഷയും നിറയ്ക്കുന്ന നവരാത്രി ദിനങ്ങൾക്ക് തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യം നമ്മൾക്ക് അവിൽ വിളയിച്ചത് തയ്യാറാക്കാം. അവിൽ നല്ലൊരു പ്രോബയോട്ടിക് ഭക്ഷണം കൂടിയാണ്. ദഹന പ്രശ്നമുള്ളവർ നിർബന്ധമായും അവിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഇന്ന് തയ്യാറാക്കുന്ന അവിൽ വിളയിച്ചതിന് ആവശ്യമായ സാധനങ്ങൾ: തേങ്ങ, മട്ട അവിൽ, നെയ്യ്, ഏലയ്ക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത്, നിലക്കടല, പൊരികടല, വെള്ള എള്ള്, ശർക്കര എന്നിവയാണ്. ആദ്യം പാൻ കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായിലേക്ക് 1 കപ്പ് അവിലിട്ട് കൊടുക്കുക. 1 സ്പൂൺ നെയ്യ് ചേർത്ത് സിമ്മിൽ വറുക്കുക. മട്ട അവിലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് പകരമായി വെള്ള അവിലോ പരന്ന അവിലോ ഏത് അവിലിൽ വേണമെങ്കിലും ഇത് ചെയ്യാം.
2-3 മിനിറ്റ് എടുക്കും അവിൽ ക്രിസ്പിയായി വരാൻ. ഇനി ഇത് കടായിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലാക്കി വെക്കാം. ഇനി അതേ കടായിൽ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യിലേക്ക് നമ്മൾ എടുത്തു വെച്ച നിലക്കടല, പൊരികടല, വെള്ള എള്ള് എന്നിവ ചേർത്ത് സിമ്മിൽ വറുക്കുക. തോല് കളഞ്ഞ വറുത്ത നിലക്കടലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായി തോലോട് കൂടിയ വറുത്ത നിലക്കടലയോ വറുക്കാത്ത നിലക്കടലയോ യൂസ് ചെയ്യാം. വറുക്കാത്ത നിലക്കടലയാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് വറുക്കുക. കടല വറുത്ത് കിട്ടാൻ 3-4 മിനിറ്റ് സമയമെടുക്കും. എള്ള് പൊട്ടിയാൽ ഗ്യാസിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ഇടുക. ഇനി വീണ്ടും സെയിം കടായിൽ തന്നെ 1 കപ്പ് തേങ്ങ ചേർത്ത് വറുക്കുക. 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് വഴറ്റുക. നെയ്യിൽ തേങ്ങ വഴറ്റി ചേർക്കുമ്പോൾ രുചി ഒന്നുകൂടി കൂടും. തേങ്ങ ബ്രൗണൊന്നും ആവേണ്ട, 1 മിനിറ്റ് വഴറ്റിയാൽ മതി. ഇനി ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തേങ്ങ വറുത്ത കടായി തന്നെ വീണ്ടും വയ്ക്കുക. ഇനി 1 കപ്പ് ശർക്കരയും 1/4 കപ്പ് വെള്ളവും ചേർത്ത് ശർക്കരപ്പാനി തയ്യാറാക്കുക. പാവ് പതമൊന്നും ആവേണ്ട, ശർക്കരപ്പാനി തിളച്ച് പതഞ്ഞു വരുമ്പോൾ വറുത്ത തേങ്ങയിട്ട് യോജിപ്പിക്കുക. ഇനി വറുത്ത് വെച്ച നിലക്കടല, പൊരികടല, എള്ള് എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വറുത്ത അവിൽ ചേർക്കുക. 1 സ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്താൽ സ്വാദിഷ്ടമായ അവിൽ വിളയിച്ചത് റെഡി. ഇത് സ്റ്റോർ ചെയ്ത് കുറച്ച് ദിവസം ഉപയോഗിക്കാം. വെള്ള എള്ളിനു പകരം കറുത്ത എള്ളിലും ഇത് ഉണ്ടാക്കാം. കുട്ടിക്കാലത്തെ വിരുന്നുകാർ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയിരുന്ന തനി നാടൻ 4 മണി പലഹാരമാണ് അവിൽ നനച്ചത് അഥവാ അവിൽ വിളയിച്ചത്. നൊസ്റ്റാൾജിക് ഓർമ്മകൾ കൂടി ഉണർത്തുന്ന ഒരു മധുര വിഭവമാണിത്, കൂടാതെ ഹെൽത്തിയും. അങ്ങനെ ഒന്നാമത്തെ പ്രസാദമായ അവിൽ വിളയിച്ചത് റെഡി. രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് പഴം കൊണ്ടൊരു സ്വീറ്റാണ്. ഇത് കുട്ടികൾക്ക് 4 മണിക്ക് കൊടുക്കാൻ പറ്റിയ തനി നാടൻ പലഹാരമാണ്. കൂടാതെ പോഷകമൂല്യം ഏറിയതാണ് താനും. പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ ഒന്നുണ്ടാക്കി കൊടുത്തു നോക്കൂ. ഇതിന് ഒരു നേന്ത്രപ്പഴം എടുത്ത് ചെറുതായി വട്ടത്തിൽ മുറിക്കുക. കുറച്ച് പഴുത്ത പഴമാണ് ഇതിന് നല്ലത്. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നെയ്യിലേക്ക് മുറിച്ചു വെച്ച പഴം നിരത്തുക. നെയ്യിൽ പഴം മൊരിയുമ്പോഴുള്ള മണം തന്നെ ആസ്വാദകരമാണ്. ഗ്യാസ് സിമ്മിൽ വെച്ച് പഴത്തുണ്ടുകൾ 2 സൈഡും തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്യുക. പഴത്തിൻ്റെ കളർ മാറി ചുവന്നു വരുമ്പോൾ 2 സ്പൂൺ ശർക്കരപ്പൊടി വിതറുക. കൂടെ കുറച്ച് ഫ്രഷായി ചിരവിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. പഴം ഇനി മറിച്ചിട്ട് ആ സൈഡും ശർക്കരയും തേങ്ങയും വിതറുക. ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ വാങ്ങി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടോടെ സെർവ് ചെയ്യാം. വളരെ പോഷകങ്ങൾ നിറഞ്ഞ ഈ പഴം സ്വീറ്റ് കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കൊടുക്കൂ. ബേക്കറി പലഹാരങ്ങൾക്ക് പകരം ഇങ്ങനെയുള്ള നാടൻ പലഹാരങ്ങളുടെ രുചി അറിഞ്ഞു വളരട്ടെ പുതുതലമുറ. 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന എളുപ്പത്തിലൊരു 4 മണി പലഹാരം പ്രസാദമായും ഉണ്ടാക്കാം. നെയ്യും മധുരവും തേങ്ങയും ചേർന്നൊരു അപാര കോമ്പിനേഷനാണിത്. അങ്ങനെ നമ്മുടെ പഴം നുറുക്ക് വിളയിച്ചതും റെഡി. ഇനി മൂന്നാമതായി ദേവിക്ക് പ്രിയപ്പെട്ട പായസം തയ്യാറാക്കാം. ദേവിക്ക് ഇഷ്ടനിവേദ്യമാണ് ശർക്കര പായസം. ഇതിനുമുമ്പ് കടുമധുര പായസം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഇന്നുണ്ടാക്കുന്നത് പച്ചരിയും പയറും ചേർന്നൊരു പായസമാണ്. ഇതിന് 1/2 കപ്പ് ഉണക്കലരിയും 1/4 കപ്പ് ചെറുപയർ പരിപ്പും എടുക്കുക. ഇനി ഇത് രണ്ടും ഒരു പാത്രത്തിലേക്കിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. കുക്കറിലാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത്. കുക്കറിലേക്ക് കഴുകിയ അരിയും പയറും ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് അരിയും 1/4 കപ്പ് പയറിനും കൂടി 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കർ അടച്ച് ഗ്യാസിൽ വെച്ച് 3 വിസിൽ വരെ വേവിക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കാം. ഈ സമയം നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ച് 1 കപ്പ് തേങ്ങ 1 സ്പൂൺ നെയ്യും ചേർത്ത് വറുത്ത് വയ്ക്കാം. പച്ച തേങ്ങ ചേർക്കുന്നതിനേക്കാൾ സ്വാദാണ് നെയ്യിൽ വഴറ്റി ചേർക്കുമ്പോൾ. തേങ്ങ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വറുത്ത തേങ്ങ മാറ്റി വയ്ക്കാം. ആവിയെല്ലാം പോയി കുക്കർ തണുത്തതിന് ശേഷം തുറക്കുക. അരിയും പയറും കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഉടച്ചു കൊടുക്കുക. ചൂടോടെ ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാഷായി വരും. ഇനി അരിയും പരിപ്പും കുക്കറിൽ നിന്നും അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് പാത്രം വെച്ച് അതിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുക. അച്ചുവെല്ലമാണെങ്കിൽ 4 അച്ചെടുത്ത് 1/4 കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചു ചേർക്കുക. കല്ലും മണ്ണുമില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് നേരിട്ട് ചേർക്കുന്നത്. ശർക്കര ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി 1 സ്പൂൺ ഏലയ്ക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കുക. വാങ്ങി വെച്ച് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യോടുകൂടി ചേർക്കുക. 1 സ്പൂൺ എക്സ്ട്രാ നെയ്യ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. എഡിബിൾ ക്യാംഫറാണിത്. നമ്മൾ പൂജയ്ക്ക് കത്തിക്കുന്ന കർപ്പൂരമല്ല ഇത്. ആരും ആ കർപ്പൂരം എടുത്ത് പായസത്തിലിടരുത്. പച്ചക്കർപ്പൂരം ആയുർവേദ മരുന്ന് കടകളിലും ഷോപ്പുകളിലും ഓൺലൈനിലൂടെയും വാങ്ങിക്കാം.
ഒരു നുള്ളു ചേർത്താൽ മതി. പച്ചക്കർപ്പൂരം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ലഡുവിലും നമ്മൾ പച്ചക്കർപ്പൂരം ചേർക്കാറുണ്ട്. നല്ല സ്വാദിഷ്ടമായ അരിപ്പരിപ്പ് പായസം റെഡി. ഇനി നാലാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് ഉഴുന്നുവടയാണ്. ഈ ഉഴുന്നുവടയിൽ സവാള ചേർക്കുന്നില്ല, അതിന് പകരമായി തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. ഇതുണ്ടാക്കുന്നതിന് 1 കപ്പ് ഉഴുന്ന് 3 മണിക്കൂർ കുതിർക്കാനിടുക. 2 മണിക്കൂർ പുറത്ത് ഉഴുന്ന് കുതിർക്കാനിട്ട ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഉഴുന്നരയ്ക്കുമ്പോൾ ചൂടായി മാവ് നേർത്തു പോവാതിരിക്കാനാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അല്ലെങ്കിൽ ഐസ് വെള്ളമോ ഐസ് ക്യൂബ്സോ 2-3 എണ്ണം ഇട്ട് അരച്ചാലും മതി. കുതിർത്ത ഉഴുന്ന് ഒരു മിക്സി ജാറിലിട്ട് അധികം വെള്ളം ഒഴിക്കാതെ അരയ്ക്കുക. വെള്ളം സ്പൂണിൽ 2-3 സ്പൂൺ വെള്ളം മാത്രം അല്പാൽപമായി ഒഴിച്ച് അരയ്ക്കുക. ഇത് ഗ്രൈൻഡറിൽ അരയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ചെറിയ ജാറിൽ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരയ്ക്കുന്നത്. നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളമാണ് അരയ്ക്കാൻ ഉപയോഗിക്കേണ്ടത്. മിക്സിയിൽ കൂടുതൽ നേരം ഒറ്റ സ്ട്രെച്ചിൽ അരയ്ക്കാതെ നിർത്തി അരയ്ക്കുക. മുഴുവൻ ഉഴുന്നും അരച്ചെടുക്കുക. കുറച്ച് കട്ടിയിൽ നല്ലപോലെ പൊങ്ങി വരണം മാവ്. ഉഴുന്ന് നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കുക. ഉഴുന്നുവട പൂജയ്ക്ക് തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിൽ സവാള ചേർക്കുന്നില്ല. ഇതിൽ ചേർക്കുന്ന ചേരുവകൾ 1/4 കപ്പ് അരിമാവ്, 3/4 സ്പൂൺ ഉപ്പ്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 1/2 സ്പൂൺ മുഴുക്കുരുമുളക്, 1 പച്ചമുളക് നുറുക്കിയത്, പിന്നെ തേങ്ങാക്കൊത്തുമാണ്. അരച്ച ഉഴുന്നുമാവ് 5 മിനിറ്റ് കൈകൊണ്ടോ ബീറ്റർ കൊണ്ടോ അടിച്ച് പതപ്പിക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, കുരുമുളക്, കറിവേപ്പില എന്നിവ ചേർക്കുക. തേങ്ങാക്കൊത്തുകൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നരയ്ക്കുമ്പോൾ ലേശം ലൂസായാൽ അതിനനുസരിച്ച് അരിമാവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഉഴുന്നുവട തട്ടുന്നതിന് കയ്യിൽ വെള്ളം നനച്ച് ഒരു ഉരുള മാവെടുത്ത് വിരൽ വെള്ളത്തിൽ മുക്കി നടുക്ക് ഓട്ടിയിടുക. ഇനി ഉഴുന്നുവട വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. റിഫൈൻഡ് ഓയിലോ കടലെണ്ണയോ നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. എണ്ണ ചൂടായോ എന്നറിയാൻ എണ്ണയുടെ മുകളിൽ ഇങ്ങനെ കൈവച്ചാൽ കയ്യിലേക്ക് ചൂടടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം എണ്ണ ചൂടായി എന്ന്. അല്ലെങ്കിൽ മാവിൽ നിന്നും ചെറിയ ഒരു ഉരുളയെടുത്ത് എണ്ണയിലിട്ടാൽ മാവ് എണ്ണയിൽ നിന്നും ഉടനെ മുകളിലേക്ക് പൊങ്ങി വന്നാലും മനസ്സിലാക്കാം എണ്ണ ചൂടായി എന്ന്. എണ്ണ ചൂടായാൽ വടകൾ തട്ടി എണ്ണയിലേക്ക് സാവകാശം ഇടുക. ഇനി ഗ്യാസ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വട ഇട്ടതും ഉടനെ വട ചുവന്നു വരും. ഉള്ള് നല്ലപോലെ വെന്ത് കിട്ടില്ല. അതിനാലാണ് ഗ്യാസ് മീഡിയത്തിനും താഴെ വയ്ക്കാൻ പറയുന്നത്. വട ഇട്ടതും ഉടനെ ഇളക്കാതെ 1 മിനിറ്റിന് ശേഷം മാത്രം മറിച്ചിടുക. അല്ലെങ്കിൽ വട പൊട്ടിപ്പോകും. ഇങ്ങനെ വട 2 സൈഡും ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. എണ്ണയുടെ പത അടങ്ങി കളർ മാറിയാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇങ്ങനെ എത്ര വട വേണമോ അതിനനുസരിച്ച് ചുടുക. ബാക്കി മാവ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ദോശ എന്നിവയുടെ കൂടെ വട ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ 4 മണിക്ക് ചൂടോടെ വടയുണ്ടാക്കി ചായയോടൊപ്പം കഴിക്കാം. പിന്നെ ഈ ഉഴുന്നുവട ഉണ്ടാക്കി സാമ്പാറിലിട്ട് കഴിച്ചാൽ സാമ്പാർ വടയായി. തൈരിൽ ഉപ്പ്, ലേശം പഞ്ചസാര എന്നിവ ചേർത്ത് ഉടച്ച് വടയിട്ട് മുകളിൽ ബൂന്തി, ക്യാരറ്റ്, മല്ലിയില എന്നിവ വിതറി രുചിയുള്ള തൈര് വട തയ്യാറാക്കാം. ഇനി വട രസത്തിലിട്ട് അങ്ങനെയും കഴിക്കാം. അതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി സ്പെഷ്യൽ ഉഴുന്നുവട നിവേദിക്കാൻ തയ്യാറായി. 5-മതായി നമ്മൾ ഉണ്ടാക്കുന്നത് പുളിയവര ചൂണ്ടലാണ്. വിഷുവിന് കണിവയ്ക്കാൻ പാലക്കാട്ടുകാർ പുളിയവര ഉപയോഗിക്കാറുണ്ട്. ചിലർക്ക് ഇതിൻ്റെ രുചി അത്രയ്ക്കങ്ങട് ഇഷ്ടമാവില്ല. നമ്മൾക്ക് പുളിയവര വെച്ച് ഒരു ചൂണ്ടൽ തയ്യാറാക്കാം. ഇതിന് പുളിയവര 100 ഗ്രാം എടുത്ത് കഴുകി വെള്ളമൊഴിച്ച് 10 മണിക്കൂർ കുതിർക്കാനിടുക. അതിനുശേഷം കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് 8 വിസിൽ വരെ വേവിക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കുക. കുക്കർ തണുത്ത ശേഷം തുറന്ന് പുളിയവര വെന്തുവോ എന്ന് നോക്കുക. വേവ് പോരെങ്കിൽ വീണ്ടും കുക്കർ അടച്ച് ആവശ്യത്തിന് വെള്ളമുണ്ടോ എന്ന് നോക്കിയ ശേഷം 2 വിസിൽ വരെ വീണ്ടും വേവിക്കുക. ഇനി ചൂണ്ടൽ തയ്യാറാക്കാം. ഇതിനെ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണയിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വേവിച്ച പുളിയവര വെള്ളം മാറ്റി ഇടുക. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളക്കടല ചൂണ്ടൽ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്ത മസാല ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മല്ലി, 1/2 സ്പൂൺ കടലപ്പരിപ്പ്, കായം, 2 വറ്റൽമുളക് എന്നിവ സിമ്മിൽ വറുത്ത് പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത്. കടല ചൂണ്ടലിന് നമ്മൾ ഇതാണ് ചേർത്തത്. കുറച്ച് തേങ്ങ കൂടി ചേർത്താൽ സ്വാദിഷ്ടമായ പുളിയവര ചൂണ്ടൽ റെഡി. കഞ്ഞിക്ക് നല്ലൊരു സൈഡ് ഡിഷാണ് ഈ പുളിയവര ചൂണ്ടൽ. കൂടാതെ 4 മണിക്ക് കുറിക്കാൻ ഇതുപോലെ ചൂണ്ടൽ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. ഇനി 6-മതായി നമ്മൾ ഉണ്ടാക്കുന്നത് മുതിര അഥവാ കൊള്ളു സാദമാണ്. കൊള്ളുപൊടി വെച്ചാണ് ഇതുണ്ടാക്കുന്നത്. മെലിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വരദാനമാണ് കൊള്ള്. മെലിഞ്ഞവർക്ക് എള്ള്, വണ്ണമുള്ളവർ കൊള്ളുമാണ് കഴിക്കേണ്ടത്. വണ്ണം വയ്ക്കാൻ എള്ള് കഴിക്കുക. അതുപോലെ വണ്ണം കുറയ്ക്കാനാണെങ്കിൽ കൊള്ള് 15 ദിവസം തുടർച്ചയായി കഴിച്ചാൽ മതി.
ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും ഒറ്റയ്ക്ക് ആഹാരം പാകം ചെയ്യുന്നവർക്കും കൊള്ളുപൊടി ഉണ്ടാക്കി സൂക്ഷിച്ചാൽ എളുപ്പത്തിൽ ചോറിൽ കലർത്തി കൊള്ള അഥവാ മുതിരസാദം ഉണ്ടാക്കി കഴിക്കാം. നെയ്യ് ചേർത്ത് കഴിക്കുമ്പോൾ സ്വാദ് ഒന്നുകൂടി വർദ്ധിക്കും. ഈ കൊള്ളുപൊടി ഇഡ്ഡലി, ദോശ എന്നിവയ്ക്കെല്ലാം തൊട്ടുകൂട്ടാനായി ഉപയോഗിക്കാം. നല്ലെണ്ണയോ നെയ്യോ കൊള്ളുപൊടിയിൽ ഒഴിച്ച് ചാലിച്ച് ഉപയോഗിക്കാം. കൊള്ളുപൊടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ കപ്പ് മുതിര അഥവാ കൊള്ള്, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/4 സ്പൂൺ കായം, ഒരു ചെറിയ തുണ്ട് പുളി, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ കടലപ്പരിപ്പ്, 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എന്നിവയാണ്. വെളുത്തുള്ളി എണ്ണയിൽ വറുത്ത് ഇതിൻ്റെ കൂടെ പൊടിക്കുന്നവരുണ്ട്. നമ്മൾ ഇന്ന് വെളുത്തുള്ളി ചേർക്കാതെയാണ് കൊള്ളുപൊടി തയ്യാറാക്കുന്നത്. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കപ്പ് മുതിര ചേർക്കുക. ഇനി സിമ്മിൽ 3-4 മിനിറ്റ് സമയമെടുത്ത് വറുക്കുക. മുതിര മൂക്കുമ്പോൾ പൊട്ടി വരും, അതാണ് പാകം. സിമ്മിൽ വറുത്താലേ കറക്റ്റായി മുതിര വഴണ്ടി വരികയുള്ളൂ. വറുത്ത മുതിര ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ 1 സ്പൂൺ കടലപ്പരിപ്പും 1 സ്പൂൺ ഉഴുന്നുപരിപ്പും ഞെട്ടികളഞ്ഞ 4 വറ്റൽമുളകും ചേർത്ത് വറുക്കുക. കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് നിങ്ങളിത് തയ്യാറാക്കുന്നതെങ്കിൽ ഓരോന്നും സെപ്പറേറ്റായി വറുക്കുക. 1/4 സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് വറുക്കുന്നുണ്ട്. അതുപോലെ 1/4 സ്പൂൺ ജീരകം കൂടി ചേർത്ത് വറുക്കുക. കുരുമുളകും ജീരകവും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് വഴറ്റാം. നന്നായി മൂത്ത് വരുമ്പോൾ 1 തുണ്ട് കായം ചേർത്ത് കൊടുക്കുക. കൂടെ 2 ചെറിയ തുണ്ട് പുളി, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റുക. പുളി ചേർക്കാതെയും ഇത് തയ്യാറാക്കാം. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വഴറ്റി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇത് തണുക്കാൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ തണുത്ത ശേഷം മിക്സിയിൽ ആദ്യം വറ്റൽമുളകിട്ട് പൊടിക്കുക. അതിനുശേഷം ബാക്കിയുള്ളവ ചേർത്ത് പൊടിക്കാം. പൊടിച്ച പൊടി ഒരു തട്ടിലേക്ക് കൊട്ടി പരത്തി ചൂടാറാൻ വയ്ക്കുക. മിക്സിയിൽ പൊടിക്കുമ്പോൾ പൊടിക്ക് ചൂടുണ്ടാവും. ചൂടോടെ അടച്ച് കുപ്പിയിലാക്കി വെച്ചാൽ പെട്ടെന്ന് പൂപ്പൽ പിടിച്ച് കേടുവരും. നല്ലപോലെ തണുത്ത ശേഷം സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നല്ല പൊന്നിയരി ചോറും ഈ മുതിരപ്പൊടിയും കുറച്ച് നെയ്യുമുണ്ടെങ്കിൽ സൈഡ് ഡിഷിൻ്റെ ആവശ്യം തന്നെയില്ല. ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറെടുത്ത് അതിന് മുകളിൽ കുറച്ച് മുതിരപ്പൊടി കൂടിയിട്ട് നടുക്ക് കുഴച്ച് ഇളം ചൂടുള്ള നെയ്യ് കൂടി ഒഴിച്ച് ചാലിച്ച് ഒരു ഉരുള ഉരുട്ടി കഴിച്ചു നോക്കൂ. സ്വാദിഷ്ടമായ മുതിരസാദം റെഡി. മുതിരസാദം ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും പെട്ടെന്ന് കറികളൊന്നും വെക്കാൻ സമയമില്ലാത്ത നേരങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പോഷകഗുണം ഏറെയുള്ള മുതിരസാദം ഉണ്ടാക്കാം. ഇതുണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ അഭിപ്രായം പറയുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ എല്ലാ പ്രസാദങ്ങളും നിങ്ങൾ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. 9ാം നാൾ എല്ലാ ദേവികളെയും വെച്ചാണ് പൂജ ചെയ്യുന്നത്. 1ാം ദിവസം ശൈലപുത്രി, 2ാം ദിവസം ബ്രഹ്മചാരിണി, 3ാം ദിവസം ചന്ദ്രകണ്ഠ, 4ാം ദിവസം കൂഷ്മാണ്ഡ, 5ാം ദിവസം സ്കന്ദമാത, 6ാം ദിവസം കാർത്യായനി, 7ാം ദിവസം കാളരാത്രി ദേവി, 8ാം ദിവസം മഹാഗൗരി, 9ാം ദിവസം സിദ്ധിദാത്രി എന്നിങ്ങനെയാണ് നാം ആരാധിച്ചത്. 9 ദിവസവും ദേവിയെ പൂജിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തിന്മകളെല്ലാം തന്നെ തുടച്ചു മാറ്റപ്പെടുന്നതിന് വേണ്ടി ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ നവരാത്രിയുടെ വർണ്ണങ്ങൾ ജീവിതത്തിൽ പ്രകാശവും പോസിറ്റിവിറ്റിയും നിറയ്ക്കട്ടെ. ഓരോ നിമിഷവും ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം നിലനിൽക്കട്ടെ. ഏവർക്കും നവരാത്രി ദിനാശംസകൾ. ഇന്നത്തെ പ്രസാദങ്ങൾ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.